കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറപ്പെടുകയാണ്. രമേശ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഗുജറാത്ത് പോലൊരിടത്ത് കോൺഗ്രസിൻ്റെ ഒരു യോഗം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്? BJPയുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനും BJPയെ നേരിടാനും വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ AICC സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘടനാപരമായി കൂടുതൽ ശക്തി സമാഹരിക്കുക, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക, പാർട്ടി പ്രവർത്തകരെ ഊർജ്ജസ്വലമാക്കുക, എന്നിട്ട് ഈ വെല്ലുവിളികളെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തവണത്തെ ഈ AICC സമ്മേളനം അതും അഹമ്മദാബാദിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പാർട്ടിക്കൊരു ദിശാബോധം നൽകാൻ ഈ AICC സമ്മേളനം സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഈ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ സാധാരണ ആളുകൾ ചിന്തിക്കുമ്പോൾ ഗുജറാത്ത് ആയിരിക്കും. ഗുജറാത്ത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയൊരു ശക്തിയില്ല. BJP ആവട്ടെ നരേന്ദ്രമോദിയുടെ തട്ടകമാണ്. അവിടെ തന്നെ വിജയിക്കണം എന്നതാണോ ലക്ഷ്യം? അല്ല, ഇവിടെ ഒരു 30% വോട്ട് നമുക്കുണ്ട്. അത് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ചെറിയ 5-6 സീറ്റുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പം ഗുജറാത്തിൽ കഴിഞ്ഞ 10-30 വർഷത്തിലേറെയായി ഭരണമില്ലെങ്കിലും പാർട്ടി ശക്തമാണ്, പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ മുന്നേറ്റം നടത്തിയാൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഈ നേതൃതലത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവും? ഈ ഇപ്പോൾ കേൾക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് കുറച്ചുകൂടി സ്പെസിഫിക്കായി എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ചുമതല നൽകും AICC ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറം ഒന്ന് കേൾക്കുന്നു. അല്ല, അതിപ്പോൾ ഇവിടെ ഈ യോഗത്തിലൊന്നും തീരുമാനം ഉണ്ടാവില്ലല്ലോ അത്തരം കാര്യങ്ങൾ. ഇത് പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളും ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭരണപരാജയങ്ങൾ, ഇതെല്ലാമായിരിക്കും ഇവിടെ ചർച്ച നടത്തുന്നത്. അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ചർച്ചകൾ നടക്കും? സ്വാഭാവികമായും അതെല്ലാം ചർച്ചയിൽ വരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ നേരിടുന്ന സാമ്പത്തികമായ ക്രൈസിസ്, ഈ ട്രംപിൻ്റെ പുതിയ നയങ്ങൾ, ടാരിഫിൽ ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫും ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ലോകമെമ്പാടും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സാമ്പത്തിക തകർച്ച, ഭരണമില്ലായ്മ, ഇതെല്ലാം ഈ സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. അതിനൊപ്പം രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പൊതുവേദി കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ്സാണ് മുൻകൈ എടുക്കുന്നത്. ഇന്ത്യ അലയൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും BJPക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 64 വർഷത്തിന് ശേഷമാണ് ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോവുകയാണ് ഒരു AICC സമ്മേളനം ഗുജറാത്തിൽ വെച്ചിട്ട്. അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ പോകുക. തീർച്ചയായിട്ടും ഒരു പുതിയ ദിശാബോധം ഈ സമ്മേളനം നൽകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അത് പുലിമടയിൽ തന്നെ സമ്മേളനം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ജനങ്ങളും വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കും അതിൻ്റെ ഒരു ആവേശം എല്ലായിടത്തും ദൃശ്യമാണ്. താങ്ക് യു. ആശംസകൾ. ഏതായാലും രമേശ് ചെന്നിത്തല ഇപ്പോൾ യോഗത്തിനായി പുറപ്പെടുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ അടക്കം സജീവ സാന്നിധ്യമുണ്ട്. CWC സാധാരണ ഉള്ളതുപോലെ CWC അംഗങ്ങൾ മാത്രമല്ല, അതിന് പുറത്തേക്ക് സംസ്ഥാന അധ്യക്ഷന്മാരടക്കമുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിശാലമായ ഒരു യോഗമാണ്. ഏതാണ്ട് 200-നപ്പുറത്തേക്ക് ആളുകൾ പങ്കെടുക്കുന്ന, നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് അല്പസമയത്തിനകം അഹമ്മദാബാദിൽ നടക്കാൻ വേണ്ടി പോകുന്നത്.